ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 2-3 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. എന്തായാലും അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. 2 സെക്കൻഡ് സമയം മാത്രം മതി. സോ എല്ലാവരും അതൊക്കെ ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, തായർ ക്രോമ മുംബൈ സിറ്റി FC വിട്ടുപോയി. സോ അതുകൊണ്ട് തന്നെ മുംബൈ സിറ്റി ആരാധകൻ മാർക്കസ് മെർഗിലോട് ചോദിക്കുകയാണ്, ഇനിയും തിരിയും, അതായത് അവർക്ക് ആകെയുള്ള ഒരു ഫോറിൻ സെൻറ്റർ ബാക്ക് എന്ന് പറയുന്നത് തിരിയാണ്. സോ തിരിയും മുംബൈ സിറ്റി FC വിട്ടു പോകുമോ എന്ന്. മാർക്കസിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, തിരി മുംബൈയിൽ തന്നെ നിൽക്കാനാണ് സാധ്യത കൂടുതലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം പീറ്റർ ക്രാറ്റിയും പറഞ്ഞിരുന്നു, അതായത് മുംബൈ സിറ്റി FCയുടെ കോച്ച് തിരി നല്ല പ്ലെയറാണ്, അദ്ദേഹം ഇവിടെ തന്നെ നിന്നാൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും എന്ന് ക്രാറ്റിയും പറഞ്ഞിരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു കോച്ചിൻ്റെ ഡിസിഷൻ ഇവിടെ നിൽക്കണം എന്നാണെങ്കിൽ ഉറപ്പായിട്ട് മുംബൈ സിറ്റി മാനേജ്മെൻറ്റ് അതായത് ഇവിടെ നിലനിർത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചീമ ചുക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. അതൊരു CFC ആരാധകൻ ചോദിച്ചു മാർക്കസ് മെർഗിലോനോട്, അത് ചീമ ചുക്കു CFCയിലേക്ക് വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ CFCയിലേക്ക് വരുമെന്ന് പറഞ്ഞു കേട്ടല്ലോ, അത് സത്യമാണോ എന്ന്. അപ്പോൾ മാർക്കസ് അതിന് കൊടുത്ത മറുപടി എന്ന് പറയുന്നത് അത് സത്യമാണെന്നാണ്. സോ അതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ചീമ ചുക്കു CFCയിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ഓവൻ കോയിൽ അണ്ടർ ജംഷഡ്പൂർ വർക്ക് ചെയ്തൊരു താരമാണ് ചീമ ചുക്കു. സോ അതുകൊണ്ട് തന്നെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരുന്നു. എന്തായാലും ഇപ്പോൾ മാർക്കസ് പറയുന്നതോടുകൂടി എന്തായാലും ഉറപ്പായി കഴിഞ്ഞു ചീമ ചുക്കു CFCയിലേക്കെന്ന്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പുയെ ലക്ഷ്യമിട്ട് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ രംഗത്തുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതൊരു റൂമർ മാത്രമാണ്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല അപ്പുയ ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമെന്ന് അല്ലെങ്കിൽ മുംബൈ സിറ്റി FC വിട്ടുകൊടുക്കുമെന്ന്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പീറ്റർ ക്രാക്കിയുടെ ഫേവറേറ്റ് പ്ലെയറാണ് അപ്പുയ. പിന്നെ മുംബൈ സിറ്റി FCക്കും അറിയാം, വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇപ്പോൾ ഇന്ത്യയിലുള്ളത് വെച്ച് ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ അദ്ദേഹവുമാണെന്ന്. പിന്നെ ഈസ്റ്റ് ബംഗാളിന് മുംബൈ സിറ്റി FC വെല്ലുന്നൊരു ഓഫർ അപ്പുയയ്ക്ക് കൊടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ മുംബൈ സിറ്റി FCക്ക് അദ്ദേഹത്തെ നിലനിർത്തണമെങ്കിൽ അവർ ഉറപ്പായിട്ട് നിലനിർത്തിയിരിക്കും. എന്തായാലും അതിൻ്റെ മണ്ടയ്ക്ക് പറക്കാനൊന്നും ഈസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ സാധിക്കില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഈസ്റ്റ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം ഫേക്ക് റൂമേഴ്സും പുറത്തേക്ക് വരുന്നു, അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. സോ അതൊക്കെയാണ് പടച്ചുവിടുന്നതിന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും മാർക്കസ് മെർഗലോവും പറയുന്നുണ്ട് കുറേയധികം ഫേക്ക് റൂമേഴ്സ് ഈസ്റ്റ് ബംഗാളുമായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഇതൊന്നും മാർക്കസ് മെർഗലോവ് പറഞ്ഞ കാര്യമല്ല, ഇതല്ലാത്ത കുറേ എക്സാൻഡിൽ വന്ന കാര്യമാണ്. അത് ഈസ്റ്റ് ബംഗാളിന് നമ്മുടെ അപ്പുയയുടെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. സോ എന്ത് കിടക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.